രുദ്രദേവ്. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. രുദ്രന്റെ ശബ്ദം കാറ്റുപോലെ അവളുടെ കാതുകളിൽ പതിച്ചു. രുദ്രൻ എന്താണ് പറഞ്ഞെന്ന് റിവൈൻഡ് ചെയ്ത് ഓർത്തെടുത്ത മിത്ര ഞെട്ടിക്കൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. ഈ സമയം കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച് മുഖത്ത് നേരിയൊരു പുഞ്ചിരി വരുത്തി തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ടതും മിത്ര അറിയാതെ ഉമിനീരിറക്കിപ്പോയി. ഈ സമയം രുദ്രൻ പതുക്കെ അവന്റെ മുഖം താഴ്ത്തിക്കൊണ്ടുവന്നു. അവന്റെ താഴ്ന്നു വരുന്ന മുഖം നോക്കി അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവളുടെ അതിരത്തിൽ അവന്റെ അതിരം ചേർത്ത് കീഴ്ച്ചുണ്ട് കടിച്ചെടുത്ത് പതുക്കെ നുണഞ്ഞു തുടങ്ങിയവൻ. ഇത് രണ്ടാമത്തെ തവണയാണ് മിത്രയുടെ ചുണ്ടിന്റെ മധുരം രുദ്രൻ നുണയുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ആദ്യമായി മിത്രയെ ചുംബിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു രുദ്രന്. എപ്പോഴോ കൂമ്പിയടഞ്ഞ കണ്ണുകൾ മിത്ര വലിച്ചു തുറന്നു. അവളൊന്ന് കുതിറി നോക്കി. ഈ സമയം രുദ്രന്റെ കൈകൾ അവളുടെ നഗ്നമായ വയറിൽ ഇഴഞ്ഞു നടന്നു. അവളുടെ കീഴ്ചുണ്ടിനെ വിടാതെ നുകർന്നുകൊണ്ട് രുദ്രൻ അവളെ പൊക്കിയെടുത്ത് ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിലേക്ക് ഇരുത്തി. എപ്പോഴോ രുദ്രൻ എന്ന മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടു പോയിരുന്നു മിത്ര. അവൾ അറിയാതെ തന്നെ അവളുടെ ഇരു കൈകളും രുദ്രന്റെ തോളിലായി അള്ളിപ്പിടിച്ചു. ഈ സമയം അവളുടെ കീഴ്ചുണ്ടിൽ നിന്നും മേൽചുണ്ടിലേക്ക് ചേക്കേറിയിരുന്ന രുദ്രൻ അവന്റെ കൈകൾ അവളുടെ നഗ്നമായ വയറിൽ തഴുകിക്കൊണ്ടിരുന്നു. പതിയെ തുടങ്ങിയ ചുംബനം വന്യമായി പടർന്നു കയറി നാവുകൾ കെട്ടിപ്പുണർന്നു. രണ്ടുപേരും ഏതോ മായിക ലോകത്തെന്ന പോലെ ചുംബനം തീവ്രതയിൽ ലയിച്ചു പോയിരുന്നു. പെട്ടെന്നാണ് മൊബൈൽ റിങ് ചെയ്തത്. ഞെട്ടിക്കൊണ്ട് സ്വഭാവത്തിലേക്ക് വന്ന മിത്ര അവനിൽ നിന്നും കുതറി മാറാൻ നോക്കി. നിർത്താതെയുള്ള മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം രുദ്രനെ വല്ലാതെ മുഷിപ്പിച്ചു. അല്പം മുഷിച്ചിലൂടെ തന്നെ മിത്രയുടെ ചുണ്ടുകളെ വിട്ടകന്നുകൊണ്ട് രുദ്രൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ഈ സമയം മിത്ര രുദ്രന്റെ നെഞ്ചിൽ നിന്നും തൻ്റെ മുഖമുയർത്തി ശ്വാസമൊന്നാഞ്ഞ് വലിക്കുകയാണ്. ഈ സമയം രുദ്രൻ മിത്രയൊന്ന് നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് ആരോടോ സംസാരിക്കുകയാണ്. ഇടയിൽ അവൻ തൻ്റെ വലത് കൈ കൊണ്ട് അവളുടെ തലയിൽ പതിയെ തലോടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഫോൺ കട്ട് ചെയ്തുകൊണ്ട് രുദ്രൻ മിത്രയെ വിളിച്ചു. മിത്ര, എന്താ പെണ്ണേ, തളർന്നോ? സത്യത്തിൽ അപ്പോഴാണ് പെണ്ണിന് ബോധം വന്നത്. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ തള്ളി മാറ്റി ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി ഓടാൻ തുടങ്ങി. ആ സമയം തന്നെ രുദ്രൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തന്നിലേക്ക് വലിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ കോലത്തിനാണോ നീ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത്? ഈ ധാവണിയെല്ലാം ശരിയാക്കി പോയാൽ മതി. അത്രയും പറഞ്ഞ് അവളുടെ തുടുത്ത കവിളിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് രുദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയം മിത്ര പിന്തിരിഞ്ഞ് കണ്ണാടിയിൽ നോക്കി കാണുകയായിരുന്നു തൻ്റെ പ്രതിബിംബത്തെ. ശരിയാണ്, വയറിൽ നിന്ന് മുഴുവനായി ധാവണി തെന്നിമാറി പോയിട്ടുണ്ട്. മുടിയെല്ലാം അഴിഞ്ഞാകെ. സത്യത്തിൽ മിത്രയ്ക്ക് തന്നെ നാണം തോന്നി അവളെ നോക്കാൻ. രുദ്രനെ ഓർത്തതും അവളുടെ മുഖമെല്ലാം ചുവന്ന് തുടുത്തു പോയി. ഹോ, എന്തൊരു കാറ്റ! എന്താ ഇത്ര പെട്ടെന്ന് കാലാവസ്ഥക്ക് ഒരു മാറ്റം വന്നെൻ്റെ ദേവി. സന്ധ്യക്ക് ഉമ്മർത്തായി എല്ലാവരും ഇരിക്കുകയാണ്. ഈ കുട്ടികളാണെങ്കിൽ കാവിലേക്ക് പോയിട്ട് കാണുന്നില്ലല്ലോ. മഴ വരാറായും തോന്നുന്നു. ലളിത പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അത്രയും പറഞ്ഞ് മുണ്ടൊന്ന് മടക്കി കുത്തി രുദ്രൻ കാവിൻ്റെ ഭാഗത്തേക്ക് നടന്ന് നീങ്ങി. ഈ സമയത്താണ് ഒരു കറുത്ത ഓടിക്കാർ തൃക്കോട്ട് കോവിലകത്തിൻ്റെ മുമ്പിലായി വന്നു നിന്നത്. ആ കാർ കണ്ടതും ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന സുദേവിൻ്റെയും ശ്രീദേവിയുടെയും കണ്ണുകളൊന്ന് തിളങ്ങി. ഈ സമയം സൂരജർക്ക് എല്ലാവരും ആ കാറിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഓടി കാറിന്റെ ഡോർ തുറന്ന് ഒരു കറുത്ത ബൂട്ട്സ് ഇട്ട കാർ തൃക്കോട്ട് കോവിലകത്തിന്റെ മണ്ണിൽ പതിഞ്ഞതും ഭൂമി വിറക്കുമാർ ആകാശത്ത് ഇടിവെട്ടിയതും ഒരേ സമയമായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ വികർണന്റെ നീല കണ്ണുകൾ അവിടെയെല്ലാം ഒന്ന് വീക്ഷിച്ചു. അത്രയും നേരം ശാന്തമായി നിന്നിരുന്ന പ്രകൃതി ഭയന്ന് വിറച്ചതുപോലെ അതിശക്തമായ കാറ്റ് അവിടെയെല്ലാം വീശി. വികർണൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് തൻ്റെ വലത് കാലെടുത്ത് തൃക്കോട്ട് കോവിലകത്തിൻ്റെ ആദ്യത്തെ പടിയിൽ വെച്ചതും തെക്കേ തൊടിയിലെ തെങ്ങ് മിന്നൽ പിണറേറ്റ് വലിയ ശബ്ദത്തോടെ കത്തിക്കരിഞ്ഞു. എൻ്റെ ദേവി! മുത്തശ്ശൻ അറിയാൻ നെഞ്ചത്ത് കൈവച്ച് പോയി. ഒന്നുമില്ല അച്ഛാ, തുലാമാസമല്ലേ, അതാ ഇങ്ങനെ ഇടിയും മഴയും. രാജശേഖരൻ മുത്തശ്ശനോടായി പറഞ്ഞു. എന്തോ ഒരു ഉൾപ്രേരണയിൽ തിരിഞ്ഞു നോക്കിയ വികർണൻ കാണുന്നു രുദ്രന്റെ ഇരു കൈകളിലുമായി കൈകൾ കോർത്തു പിടിച്ച് നടന്നു വരുന്ന നന്ദനെയും മിത്രയെയുമാണ്. മിത്രയെ കണ്ടതും വികർണന്റെ നീല കണ്ണുകളൊന്ന് തിളങ്ങി.
ഈ സമയം തറവാട്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന കാറും അതിൽ നിന്നിറങ്ങി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന വികർണനെ കണ്ടതും രുദ്രൻ കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കി നടന്നവന്റെ അടുക്കിലേക്ക് ചെന്നു. ഒരു നിമിഷം വികർണനും രുദ്രനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. അപ്പോഴും ദൈവശക്തിയും പൈശാചിക ശക്തിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ഭൂമി കിടങ്ങി വിറച്ചുകൊണ്ട് മഴയായി ആർത്തലച്ചു പെയ്തു തുടങ്ങിയിരുന്നു. മുന്നിൽ നിൽക്കുന്ന രുദ്രനെയും മിത്രയും തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വികർണൻ. അല്ല, വന്ന കാലത്ത് തന്നെ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് കയറിക്കോളൂ. സുദേവൻ ശ്രീദേവിയുടെ കൈയും പിടിച്ച് പതിയെ എഴുന്നേറ്റെന്ന് വികർണന്റെ അടുക്കിലേക്ക് നടന്നിരുന്നുകൊണ്ട് അവനോട് പറഞ്ഞു. സത്യത്തിൽ സുദേവന്റെ ശബ്ദമാണ് വികർണനെ മിത്രയിൽ നിന്ന് ഓട്ടം മാറ്റിക്കാൻ കാരണമായത്. രണ്ടുപേരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ തറവാട്ടിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് കയറി. വന്നത് ആരാണെന്നറിയാത്തതിൻ്റെ ഒരു പകപ്പ് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. അത് മനസ്സിലായതുപോലെ സുദേവൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ, ഇതാണ് എൻ്റെ പുതിയ ബിസിനസിൻ്റെ പാർട്ണർ മിസ്റ്റർ വിഘ്നേഷ്. അതെയോ? സുദേവൻ പറഞ്ഞിരുന്നു ഒരു കുട്ടി ഇവിടെ കൽപ്പൂസം നിൽക്കാൻ വരുന്നുണ്ടെന്ന്. മോനായിരുന്നു അല്ലേ അത്? ആട്ടെ, വീടെവിടെയാ? ആരൊക്കെയുണ്ട് വീട്ടിൽ? എൻ്റെ വീടൽപ്പം വടക്കോട്ടാ. എൻ്റെ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ. വിഘ്നേഷ് എന്ന വികർണൻ തലയും താഴ്ത്തി നിന്നു. അയ്യോ, അറിഞ്ഞില്ല കുട്ടിയെ. സാരമില്ല. മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഭഗവാൻ അവൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അവൻ്റെ മരണം എപ്പോഴാണെന്ന്. അതുകൊണ്ട് ഈ മുത്തശ്ശൻ കുട്ടിയെ വിഷമിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. എനിക്കറിയില്ലായിരുന്നു. അയ്യോ മുത്തശ്ശ, അല്ല തമ്പുരാനെ, അരുത്, അങ്ങനെയൊന്നും പറയരുത്. വികർണൻ നിഷ്കളങ്കതയോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ വിളിച്ച് തമ്പുരാനോ? ആദ്യം വിളിച്ച പോലെ മുത്തശ്ശാന്ന് വിളിക്കൂ. വിളിച്ചതിനി മാറ്റി വിളിക്കാൻ നിൽക്കണ്ട. ശ്രീദേവി, കുട്ടി ദൂരെ നിന്ന് യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ക്ഷീണം കാണും. അല്പസമയം വിശ്രമിക്കട്ടെ. നീ പത്തായപ്പൂര റെഡിയല്ലേന്ന് കാര്യസ്ഥരോട് നോക്കാൻ പറയും. ഞാനൊന്ന് കിടക്കട്ടെ മോനെ. എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അധികം വൈകാതെ നമുക്ക് പരിചയപ്പെടാം. അധികം നേരം ഇരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാ. അത്രയും പറഞ്ഞ് മുത്തശ്ശൻ അകത്തേക്ക് കയറിപ്പോയി. അയ്യോ സാറ് വന്ന കാലത്തിന് നിൽക്കാതിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, ശ്രീദേവി വികർണനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ ഉറച്ച വെളുത്ത ശരീരവും നീല കണ്ണുകളും അവനിൽ എന്തോ പ്രത്യേകത ഉള്ള പോലെ ശ്രീദേവിക്ക് തോന്നി. ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകും. ശ്രീദേവി അല്പസമയം കൊണ്ട് തന്നെ മനസ്സിൽ പല കണക്കൂട്ടിലും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിഘ്നേഷ്, ഇതൊക്കെ എൻ്റെ കുടുംബാംഗങ്ങളാ. അതായത് ഭാര്യയുടെ സഹോദരന്മാരും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാമാണ്. അവരുടെ ഭാര്യമാരും മക്കളുമാ. സുദേവൻ ഒരു കീഴ്വഴക്കമെന്ന രീതിയിൽ മുന്നിൽ നിൽക്കുന്ന സൂരജടക്കം എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. ഹലോ. വികർണൻ സൂരജിന് നേർക്ക് തന്റെ കൈ നീട്ടിക്കൊണ്ട് അവനോടായി പറഞ്ഞു. ഹായ്. സൂരജ് വലിയ താല്പര്യമില്ലാതെ തന്നെ വികർണൻ നേരെ കൈ കൊടുത്തു. ഈ സമയമെല്ലാം വികർണന്റെ പുറകിലായി രുദ്രൻ അവനെ നിരീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്ന വികർണൻ പിന്നീട് എന്തോ ഓർത്ത പോലെ ചുണ്ടിലൊരു പൂച്ചച്ചിരി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞൊന്ന് പുഞ്ചിരിച്ച് രുദ്രൻ നേർക്ക് കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഹലോ, ഞാൻ വിഘ്നേഷ്. വികർണൻ നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവന്റെ കൈയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ രുദ്രൻ വികർണന്റെ കൈകളിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ച്. വികർണന് മറുപടിയായി രുദ്രൻ അവനെ നോക്കിയൊന്ന് മൂളുക മാത്രമാണ് ചെയ്ത്. ഈ സമയം ആകാശം കൂടുതൽ ഇരുണ്ടതോ പക്ഷികളെല്ലാം ഭയന്ന് കൂടുവിട്ട് മറ്റെവിടെയോ പറന്നുപോയതോ ഒന്നും ആരും അറിഞ്ഞില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ തൃക്കോട്ട് കോവിലകത്തിന്റെ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണെന്ന് പ്രകൃതി അവർക്ക് സൂചന നൽകുന്നു. പക്ഷേ മനുഷ്യരായ രുദ്രനടക്കം ആർക്കും മനസ്സിലായില്ല എന്ന് സാരം. സന്തോഷത്തോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശ്രീദേവിയെ കണ്ടതും വൈബ അല്പസമയം തൻ്റെ അമ്മയെ തന്നെ നോക്കിയിരുന്നു. ഈ സമയമാണ് സുദേവൻ തൻ്റെ കോളർ കെട്ടിയ കഴുത്തും വെച്ചുകൊണ്ട് പതിയെ നടന്ന് ആ മുറിയിലേക്ക് കയറിയത്. തൻ്റെ ഭാര്യ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് തലങ്ങും വിലങ്ങും നടക്കുന്ന കണ്ടതും സുദേവൻ അവരെ നോക്കി കണ്ണുകളൊന്ന് ചുരുക്കിക്കൊണ്ട് നോക്കി. എൻ്റെ ശ്രീദേവി, നിനക്കിതെന്താ സംഭവിച്ച്? നീ കുറേ നേരമായല്ലോ അവിടേക്ക് ഇവിടേക്ക് നടക്കുന്നു. എന്താ കാര്യം? അത് തന്നെയാണ് അച്ഛൻ എനിക്ക് അറിയേണ്ടത്. എത്ര നേരമായിരുന്നോ അമ്മ ഇങ്ങനെ ആലോചിക്കുന്നു, ചിരിക്കുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ തന്നെ ചോദിച്ചു നോക്ക് എന്താ കാര്യം. വൈഭവ് ശ്രീദേവിയെ നോക്കിക്കൊണ്ട് സുദേവനോട് പറഞ്ഞു. അയ്യോ എൻ്റെ സുധേട്ടാ, ഞാൻ എന്താ പറയാ, എനിക്ക് സന്തോഷം കൊണ്ട് സുധേട്ടനോട് എന്താ പറയേണ്ടത് പോലും അറിയില്ല. അത് പിന്നെ നമുക്ക് പെട്ടെന്ന് പണക്കാരാവാൻ വേണ്ടി ലക്ഷ്മി ദേവി നമ്മുടെ ഈ കോവിലത്തേക്ക് കയറി വരുമ്പോൾ അതിനെ പുറംകാലം കൊണ്ട് തട്ടാൻ പാടുണ്ടോ? പാടില്ല. നമ്മളതിനെ വേണ്ട വിധത്തിൽ സൽക്കരിച്ച നമുക്ക് ഗുണമേ ഉണ്ടാവൂ. ശ്രീദേവി ഏതോ മായാലോകത്ത് എന്ന പോലെ എന്തൊക്കെയോ സുദേവനോട് പറയാൻ തുടങ്ങി. നീ ഇതെന്ത് തേങ്ങയാ പറയുന്നത്? മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞാ.
സുദേവൻ അല്പം മുഷിച്ചിലോടെ ശ്രീദേവിയോട് പറഞ്ഞു. ആദ്യം ഇത്ര മനസ്സിലാക്കാനൊന്നുമില്ല. നിങ്ങളുടെ ബിസിനസ് പാർട്ണറായി വന്ന ആ വിഘ്നേഷ് മോഹനുണ്ടല്ലോ. ആ വിഘ്നേഷ് അവനെന്താ? സുദേവനൊന്നും മനസ്സിലാകാത്ത പോലെ ശ്രീദേവിയോട് ചോദിച്ചു. ഓ എൻ്റെ മനുഷ്യ, അതായത് വിഘ്നേഷ് മോഹനെ കൊണ്ട് നമ്മുടെ മകൾ കല്യാണി വിവാഹം കഴിപ്പിച്ച നമ്മൾ പിന്നെ കോടീശ്വരന്മാരായി മാറും. അതുമാത്രം അവനാണെങ്കിൽ അമ്മയില്ല, അതുകൊണ്ട് അമ്മായിമ്മ പോലും ഉണ്ടാവില്ല. പിന്നെയുള്ള വയസ്സായ ഒരു തന്തയാണെന്നല്ലേ പറഞ്ഞു. അയാളെ വല്ല വിഷമം വാങ്ങി അങ്ങ് കൊന്നാൽ പിന്നെ എൻ്റെ മോള് രാജകുമാരിയാ. അതുമാത്രം അവന്, ആ വിഘ്നേഷിനെ നമ്മുടെ വരുതിക്കുള്ളിൽ നിർത്തിയ അവൻ്റെ സ്വത്തുക്കളെല്ലാം നമ്മുടെ കാൽ കീഴിൽ വന്ന് ചേരും. പിന്നെ ഇവിടെ ഇങ്ങനെ കടിച്ചു നിൽക്കാൻ നമുക്ക് ആർഭാടായി ജീവിച്ചുകൂടെ സുധേട്ടാ? കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ശ്രീദേവി സുധേവനോട് ചോദിച്ചു. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നുപോയി, ഈ വിഘ്നേഷ് എന്ന് പറയുന്ന പയ്യനെ സുധേട്ടൻ എങ്ങനെയാ പരിചയം? എന്തോർത്തെന്ന പോലെ ശ്രീദേവി അയാളോട് ചോദിച്ചു. അത് നിനക്കറിയാലോ, എൻ്റെ ബിസിനസ് അല്പം തകർന്ന അവസ്ഥയിലായിരുന്നു. ഒരു പാർട്ണറെ കിട്ടിയാൽ മാത്രമേ മുന്നോട്ടേക്ക് ബിസിനസ് പോവുകയുള്ളെന്ന് തോന്നി ഞാൻ പത്രത്തിലൊരു പരസ്യമിട്ടു. പരസ്യത്തിന് പിറ്റേന്ന് ഒരുപാട് പേര് ഫിനാൻഷ്യലി പാർട്ണർഷിപ്പ് കൂടാൻ വേണ്ടി വന്നിരുന്നു. പക്ഷെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യത്തിൽ അവർ മുതലാളിയും ഞാൻ തൊഴിലാളിയെ പോലെയാവും. കമ്പനി പാർട്ണർഷിപ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെനിക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമായിരുന്നു. ഈ സമയമാണ് വിഘ്നേഷിൻ്റെ ഒരു പ്രപ്പോസൽ മുന്നോട്ടേക്ക് വന്നത്. അവൻ പറഞ്ഞത് അവന് ബിസിനസ്സിലേക്കൊന്നും വരാനോ നോക്കിയെടുത്താനോ താല്പര്യമില്ല. പകരം എന്നോട് തന്നെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാൻ. മാത്രമല്ല പണം എത്ര വേണമെങ്കിലും തരാമെന്നും പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് 10 കോടി രൂപയാണ്. എല്ലാ മാസവും ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ വിഘ്നേഷ് ഇറക്കിയ തുകയുടെ തുല്യമായ ഒരു എമൗണ്ട് ഞാൻ വിഘ്നേഷിൻ്റെ അക്കൗണ്ടിൽ ഇടണം. അതായിരുന്നു എഗ്രിമെൻ്റ്. സത്യം പറയാലോ, അവൻ കാലെടുത്ത് വെച്ചതിന് ശേഷം ബിസിനസ്സൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവന് കൊടുക്കാനുള്ള എമൗണ്ട് ഞാൻ അക്കൗണ്ടിലിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. ആദ്യം കരുതി അവനെങ്ങ് തട്ടിക്കളയാന്ന്, എന്നാൽ പിന്നെ തിരിച്ച് പണം കൊടുക്കേണ്ടല്ലോ എന്ന്. പക്ഷേ ഇപ്പം നീ പറഞ്ഞാലും കാര്യമുണ്ട് ശ്രീദേവി. നമ്മുടെ മകളെ അവന് വിവാഹം കഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ കോടീശ്വരന്മാരാവും. അമ്മായിയപ്പനെ നിലയ്ക്ക് എനിക്ക് തന്ന ആ 10 കോടി അവൻ എഴുതി തള്ളുകയും ചെയ്യും. ഓ അച്ഛാ, അടിപൊളി ബുദ്ധി. എന്തായാലും കല്യാണിയോട് എത്രയും പെടുന്ന ഇവിടേക്ക് വരാൻ പറ. അവളെ വന്ന് അവനൊന്ന് വളച്ച് കുപ്പിയിലാക്കിയ നമ്മൾ 3 പേര് രക്ഷപ്പെട്ടു. വൈഭവ് സന്തോഷത്തോടെ ദേഹം അധികം അനക്കാതെ ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, അത് നീ പറഞ്ഞ ശരിയാ. എന്തായാലും എൻ്റെ മോനെ കൊണ്ട് എനിക്കൊരു ഉപകാരമൊന്നുമില്ല. പിന്നെ എൻ്റെ അല്പം സൗന്ദര്യവും ബുദ്ധി എൻ്റെ മോൾ കിട്ടിയതുകൊണ്ട് അവളെങ്കിലും രക്ഷപ്പെടും. അത്രയും പറഞ്ഞ് പിന്തിരിഞ്ഞ് ശ്രീദേവി നടന്നകന്നു. ശ്രീദേവിയുടെ കളിയാക്കലുകൾ വൈഭവിന് തീരെ പിടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കോടികളുടെ ആസ്തി വിഘ്നേഷിനുണ്ടെന്ന് കേട്ടതും അതെല്ലാം തട്ടിയെടുക്കാനുള്ള കുതന്ത്രം വൈഭവ് ആലോചിച്ച് കൂട്ടുന്നുണ്ടായിരുന്ന ആ സമയം തറവാട്ടിലെ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ബിയർ കുടിക്കായിരുന്നു സൂരജ് രുദ്രനും. അപ്പോഴെല്ലാം സൂരജ് ശ്രദ്ധിക്കായിരുന്നു രുദ്രനെ. അവൻ ബിയർ കുടിച്ചുകൊണ്ടൊന്നും സംസാരിക്കാതെ വിഘ്നേഷ് എന്ന വികരണം താമസിക്കുന്ന പത്തായപ്പുരയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രുദ്ര, നീ ഇത് എന്ത് നോക്കിയിരിക്കുക? കുറെ നേരമല്ലോ അവിടേക്ക് തന്നെ നോക്കിക്കുന്നു. എന്തു പറ്റിയടാ? അറിയില്ലടാ, സത്യം പറയാലോ, ഇന്ന് വന്നവനുണ്ടല്ലോ ആ വിഘ്നേഷ്, അവനെ കാണുമ്പോൾ ഒരു പോസിറ്റീവിന് പോലെ നെഗറ്റീവ് ഫീലിങ്സാ എനിക്ക് വരുന്നത്. എന്ന് വെച്ചാൽ സൂരജ് മനസ്സിലാവാതെ രുദ്രനെ തന്നെ നോക്കി നിന്നു. എന്ന് വെച്ചാൽ അതെനിക്കും അറിയില്ല. ഏതോ അവനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു നിഗൂഢതയുള്ള പോലെ. കൂടാതെ സുദേവൻ അങ്കിളുടെ പാർട്ണർ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, എന്തോ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്തായാലും നോക്കാം ഏതുവരെ പോകുന്നു, അല്ലേടാ? അതേടാ, നീ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട. ചിലപ്പോൾ നമ്മൾ കരുതുന്ന പോലെ ഒന്നും ആയിരിക്കില്ല വിഘ്നേഷ്. ഒരു ജെനുവിൻ ക്യാരക്ടറുള്ള ആളാണെങ്കിൽ പിന്നെ നമ്മളയാളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചതിന് നമുക്ക് തന്നെ മനസ്താപം വരും. വീട്ടേക്ക് ഏതായാലും നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ ആണ്. നീ പറഞ്ഞ പോലെ ഇതുവരെ പോകും നോക്കാം. സൂരജിനോട് മറുപടിയായെന്ന് മൂളിക്കൊണ്ട് ബാക്കി ബിയർ കൂടി കുടിച്ച് രുദ്രൻ സൂരജിനെ നോയിക്കൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. അവന് പിറകെ തന്നെ ലൈറ്റ് അണച്ചുകൊണ്ട് സൂരജ്. എന്നാൽ അവരെ തന്നെ നോക്കിക്കുന്ന ആ ചുവന്ന കണ്ണുകളെ ആരും കണ്ടില്ല. പത്താഴപ്പുരയിൽ നിന്നും ജനലഴികൾ വഴി വികർന്ന് രുദ്രൻ പോയ വഴിയും നോക്കി പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അത്രയും നേരമുണ്ടായിരുന്ന ആ വെളുത്ത നിറവും നീലക്കണ്ണും അവനിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. പകരം കറുത്ത ഇരുണ്ട നിറവും ചുവന്ന കണ്ണുകളോട് കൂടി വികർണൻ പതി അവന്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി. അച്ഛാ, ഇത് ഞാനാ. പറ വികർണ, തൃക്കോട്ടുകോവിലത്തെ രുദ്രൻ തമ്പുരാന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഭൈരവൻ തന്റെ മകൻ വികർണനോടായി ചോദിച്ചു. കണ്ടു വച്ചാ ഞാൻ അവനെ, എൻ്റെ അനിയൻ്റെ ജീവനെടുത്ത സാക്ഷാൽ രുദ്രദേവിനെ. എനിക്ക് പറ്റിയ എതിരാളി തന്നെയാണ് അവൻ. അവൻ്റെ കണ്ണിൽ വല്ലാത്തൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു അച്ഛാ. പക്ഷേ അവനറിയില്ലല്ലോ മറു സൈഡിൽ നിൽക്കുന്ന ഈ വികർണൻ ആരാണെന്ന് ഏതാണെന്നും. നീ കണ്ടോ മിത്രേ?
അത് ചോദിക്കുമ്പോൾ ഭൈരവന്റെ കണ്ണുകളും തിളങ്ങിയിരുന്നു. ഊവച്ച കണ്ടു ഞാൻ എൻ്റെ മിത്രയെ. ഒരു നിമിഷം മിത്രയുടെ വടിവത്ത ശരീരം വികർണന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു. അച്ഛ പറയാതിരിക്കാൻ പറ്റില്ല, അവളൊരു അപ്സരസ. അപ്സരസ് ആയിരിക്കാം, പക്ഷേ ഒരു നിമിഷം ഭൈരവൻ വികർണനോട് എന്തോ പറയാൻ വന്നു. പിന്നീട് പാതിക്ക് നിർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു, വികർണ, ഇനി എന്താ നിന്റെ പ്ലാൻ? എങ്ങനെയാ നീ മിത്രയെ കാളിയാർമഠത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത്? തുറന്നു പറയാലോ അച്ഛ, തൃക്കോട്ട് കോവിലത്ത് എത്തുന്നവരെ എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, മിത്രയെ കാണുന്തോറും അവൾക്ക് ചുറ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വലയുള്ളതുപോലെ. അതായത് എനിക്ക് അവളിലേക്ക് അടുക്കാൻ സാധിക്കാത്ത പോലെ. ഇന്ന് അല്പം മുമ്പാണ് ഞാൻ അവളെ കണ്ടത്. പക്ഷേ അവളിലേക്കെത്താൻ ഇനിയും ദൂരം പിന്നിടേണ്ടി വരുമെന്ന് എൻ്റെ മനസ്സിനോട് പറയുന്ന പോലെ. വികർണൻ അല്പ അസ്വസ്ഥതയോടെ തൻ്റെ അച്ഛൻ ഭൈരവനോട് പറഞ്ഞു. നീ ഭയപ്പെടേണ്ട പുത്ര, എല്ലാം ശരിയാവും. നീ വികർണനാ. അങ്ങനെയുള്ള നിനക്ക് ഒരു ശക്തിയെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ എതിരാളി എത്ര വലിയ ബലവാനാണെങ്കിലും അവനെ നിഷ്പ്രയാസം നിനക്ക് തോൽപ്പിക്കാനാവുന്നതേയുള്ളൂ. കാരണം നീ കാളിയാർപുരത്തെ വികർണനാണെന്നുള്ളത് എപ്പോഴും നിന്റെ ഓർമ്മയിൽ വേണം. അച്ഛ ഇപ്പം ഞാൻ ഫോൺ വെക്കുന്നു, എനിക്കൊരു പൂജയുണ്ട്. ശരി പുത്ര, വിജയീ ഭവപുത്ര. ശരി അച്ഛ. കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ അച്ഛൻ ഭൈരവനെ മനസ്സിലോർത്തുകൊണ്ട് വികർണൻ ഫോൺ കട്ട് ചെയ്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.